Good afternoon, all. Miss. Good afternoon, Miss. Good afternoon. Prayer പറഞ്ഞോട്ടാ. അറിവിൻ പ്രകാശമേ നീ നയിച്ചാലും അലിവിൻ പ്രവാഹമേ നീ തുണച്ചാലും അകതാരിലെന്നും കനീവ് നിറഞ്ഞിടാൻ അക്ഷര പൊരുളെ നീ കാവലാകേണമേ. പുതിയ പ്രഭാതം വിടരുവാനായി, പുതിയ പ്രതീക്ഷ പൂവിരിയുവാനായി, നന്മകൾ നിറയും ഈ പൂങ്കാവുകൾ, സ്നേഹം വിതയ്ക്കും വയലേലകൾ. ഞങ്ങൾ തൻ മനതാരിലെന്നുമെന്നും അക്ഷരപ്പൊരുളിൻ പ്രഭയേകണേ, അക്ഷരപ്പൊരുളിൻ പ്രഭയേകണേ, അക്ഷരപ്പൊരുളിൻ പ്രഭയേകണേ. Signing at the end of the day. Signing ഞാനാണ് മാം. Good afternoon, everyone. You are all welcome to our classes. I am so happy to see you together here. I hope the class will be great and successful. I hope you will enjoy the class. Have a good time. Thank you for joining us. Thank you, Marie. What of the day? What of the day, Arana? Today ഞാൻ പറയാം മാം. Good afternoon. Good afternoon to all. Education is the key to unlock the golden door of freedom, said by APJ Abdul Kalam. Okay. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ സെമിനാർ ആയിരുന്നു പറഞ്ഞത്, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ റിലേറ്റ് ചെയ്യുന്ന സെമിനാർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. പ്രിപ്പയർഡ് ആണോ? സെമിനാർ നോക്കിയാലോ? ഓക്കെ ഓക്കെ. അപ്പോ ആദ്യം ഞാൻ ഈ ലിസ്റ്റിലുള്ള കുട്ടികളെ പറയാം, അതിനുശേഷം നമുക്ക് എന്താ പറയാ, ലിസ്റ്റ് പറയാത്ത കുട്ടികൾ ഉണ്ടാവില്ലേ, അവർക്കും സെമിനാർ എടുക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ചാപ്റ്ററിന്റെ ഉള്ളിൽ. ആകെ 10 ഡിസീസിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിൽ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു പോർഷൻ സെമിനാർ എടുക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഫസ്റ്റ് പറയുന്നത് മംസ് ആണ്. ശരണ്യാണ് പറയുന്നത്. ശരണ്യ മംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, മ്യൂട്ട് ഒന്ന് ഓൺ ആക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ച് ചെയ്യാടാ. പ്രസന്റ് ചെയ്തോട്ടെ ശരണ്യ മോഹൻ. Okay, ma'am. Good afternoon, ma'am. Good afternoon, all of you. Today, ഞാനാണ് ടോപ്പിക് എടുക്കുന്നത് സെമിനാറാണ്. സെമിനാറിന്റെ വിഷയം എന്ന് പറയുന്നത് മംസ് ആണ്. മംസ് എന്ന് പറയുന്നത് മുണ്ടിനീർ. കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് മംസ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ. മംസ് ഈസ് എ വൈറൽ ഇൻഫെക്ഷൻ ദാറ്റ് പ്രൈമറി അഫക്ട്സ് ദ സലേവറി ഗ്ലാൻഡ്സ് അഥവാ പരോട്ടറി ഗ്ലാൻഡ്സ് located near the ears. It is a contagious disease caused by the mumps virus. നമ്മുടെ ചെവിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉമിനീർ ഗ്രന്ഥികളെ അഥവാ പരോട്ടിഡ് ഗ്ലാൻസിനെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് മുണ്ടിനീർ എന്ന് പറയുന്നത്. ഇത് പകർത്തുന്ന രോഗാണു മംസ് വൈറസ് ആണ്. ഇതൊരു പകർച്ചവ്യാധിയാണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇത് എങ്ങനെയെല്ലാമാണ് പകരുന്നത്? The virus spreaded through infected saliva, respiratory droplet അഥവാ cough or sneezing, and by sharing personal items like
ടവൽ വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. രോഗം പകരുന്ന രീതികൾ എന്ന് പറയുന്നത് രോഗബാധിതരായ വ്യക്തികളുടെ ഉമിനീർ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും പുറത്തു വരുന്ന കണങ്ങൾ എന്നിവയിലൂടെയാണ് രോഗം പകരുന്നത്. അവർ ഉപയോഗിച്ച പാത്രങ്ങള്, തോർത്ത് തുടങ്ങിയ പങ്കുവയ്ക്കുന്നതിലൂടെയും വൈറസ് പകരാം. സിംറ്റംസ്, ലക്ഷണങ്ങൾ. ദ മോസ്റ്റ് കോമൺ സിംറ്റംസ് ആർ swelling and pain in one or both parotid glands. ഒന്നോ രണ്ടോ ഉമിനീർ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന വീക്കവും വേദനയും, ഫീവർ ആൻഡ് ഹെഡേക്ക്, പനിയും തലവേദനയും, മസിൽ ഏക്ക് ആൻഡ് ഫറ്റിക്, പേശീവേദനയും ക്ഷീണവും, ലോസ് ഓഫ് അപ്പറ്റൈറ്റിസ് ആൻഡ് പെയിൻ വൈൽസ് ചൂവിങ് ഓർ സ്വാളോവിങ്, വിശപ്പില്ലായ്മ, ഭക്ഷണം ചവയ്ക്കുവാനും വിഴുങ്ങുവാനുമുള്ള ബുദ്ധിമുട്ട്. Complication. If not treated properly, mumps can lead to complication like orchitis, inflammation of testicles, oophoresis, inflammation of ovaries, meningitis or even hearing loss. കൃത്യമായ ശ്രദ്ധ നൽകിയില്ലെങ്കിൽ മുണ്ടിനീര് പല സങ്കീർണതകൾക്കും കാരണമായേക്കാം. പ്രധാനമായിട്ടും പുരുഷന്മാരിൽ വൃഷ്ണവീക്കം, സ്ത്രീകളിൽ അണ്ഡാശയ വീക്കം, മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ ആവരണമായ മെനിഞ്ചീസിനെ ബാധിക്കുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേൾവി ശക്തി കുറയുക. പ്രിവെൻഷൻ, പ്രതിരോധ മാർഗങ്ങൾ. ദ MMR വാക്സിൻ ഈസ് ദ മോസ്റ്റ് എഫിഷ്യന്റ് വേ ടു പ്രിവെന്റ് ദ ഡിസീസ്. MMR വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗം. MMR എന്നാൽ മീസൽസ്, മംസ് ആൻഡ് റുബെല്ല. ട്രീറ്റ്മെന്റ്. There is no specific antibiotics for viral mumps. ഇതൊരു വൈറസ് രോഗമായതിനാൽ പ്രത്യേക ആന്റിബയോട്ടിക്കുകൾ ഇല്ല. ട്രീറ്റ്മെന്റ് ഫോക്കസ് ഓൺ സിംറ്റംസ് റിലീഫ് സച്ച് ആസ് plenty of rest, drinking fluids and using warm or cold compressor on the swelling area. ലക്ഷണങ്ങൾ കുറയ്ക്കാനായി വിശ്രമം, ധാരാളം വെള്ളം കുടിക്കുക, വീക്കമുള്ള ഭാഗത്ത് ഐസ് കൊണ്ടോ ചൂടുവെള്ളം കൊണ്ടോ തടവുക. കൺക്ലൂഷൻ. Oral mumps is usually a mild childhood illness. It can cause serious issue in adults. മുണ്ടുനീർ കുട്ടികളിൽ സാധാരണമായി കണ്ടുവരുന്ന ഒന്നാണെങ്കിലും മുതിർന്നവരിൽ ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. ഉദാഹരണമായി പുരുഷന്മാരിലെ വൃഷ്ണവീക്കവും സ്ത്രീകളിലെ അണ്ഡാശയ വീക്കവും. ടൈമലി വാക്സിനേഷൻ ആൻഡ് മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ ആർ കീ ടു കൺട്രോളിംഗ് ഈ സ്പ്രെഡ്. കൃത്യസമയത്തുള്ള വാക്സിനേഷനും വ്യക്തിശുദ്ധവുമാണ് ഇത് തടയാനുള്ള പ്രധാന വഴികൾ. താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു മാം. ഓക്കെ, നന്നായിട്ട് എടുത്തോട്ടെ ശരണ്യ. നെക്സ്റ്റ് മെനിഞ്ചൈറ്റിസിനെ കുറിച്ച് ആരാ? റോജിയാണോ? അതെ മാം, ഞാനാണ് മെനിഞ്ചൈറ്റിസ്. തുടങ്ങട്ടെ മാം? പ്രസന്റ് ചെയ്തോടാ, പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ മാം ഇതിനകത്ത്? ഡെമോ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ, ഞാൻ സ്റ്റോപ്പ് ചെയ്യണേ. ഓക്കെ. അത് പിന്നെ ഗാലറിയിൽ നിന്ന് ഷെയർ കൊടുത്താൽ മതിയോ ക്ലാസ് റൂമിലോട്ട്? അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഗാലറിന്ന്? നമ്മളുടെ ഷെയർ ചെയ്യാൻ പറ്റും. 2 ആരോ മാർക്ക് പോലൊരു സംഭവം ഉണ്ട്, ഒരു പോലൊരു ആരോ മാർക്ക് ഉണ്ട്. അതിലിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിലോട്ട് പോയാൽ മതി. ഗാലറി പോയിട്ട് ആ ഇമേജ് എടുത്താൽ മതിയാവും. ഒരു മിനിറ്റ് മാം. ഓക്കെ അല്ലെങ്കിൽ ഓക്കെ. എനിക്ക് പറ്റുന്നില്ല, അതാ ഞാൻ നോക്കി. കുഴപ്പമില്ല. ഓക്കെ മാം. Respected Aparna ma'am and my dear friends, good afternoon everyone and warm welcome. Today I am here to present the topic on meningitis. What is meningitis? What are the signs and symptoms of meningitis?
and what are the types, and also what are the treatments and preventions. So let us start. Meningitis is the dangerous often rapid inflammation of the brain or spinal cord membrane. Spinal cord membrane. ഇടയ്ക്ക് കോള് കയറി വന്നു മാമത. ഓക്കെ കണ്ടിന്യൂ ചെയ്തോ. Okay. Meningitis is the dangerous rapid inflammation of the brain or spinal cord membrane caused by bacterial, viral, fungal or parasitic infections. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ്. അഫക്റ്റ് ചെയ്യുന്നത് ബ്രെയിനെയാണ്. സ്പൈനൽ കോഡ്, ബ്രെയിൻ മെംബ്രൈൻസ്, 3 മെംബ്രൈൻസ് ഉണ്ട്. ഡ്യൂറാ മാറ്റർ, അരക്കിനോഡ് മാറ്റർ ആൻഡ് പയാ മാറ്റർ, ഇങ്ങനെ 3 ലെയേഴ്സ് ആണ് ബ്രെയിൻ കവർ ചെയ്തിട്ടുള്ളത്. അവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് കോസ്ഡ് ബൈ ബാക്ടീരിയൽ ആവാം, വൈറൽ ആവാം, ഫംഗൽ ആവാം ആൻഡ് പാരസൈറ്റിക് ഇൻഫെക്ഷൻസും ആവാം. ബ്രെയിൻ ഈസ് കവേർഡ് ബൈ 5 ലെയേഴ്സ് ഓഫ് ടിഷ്യൂസ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് 3 എണ്ണം: ഡ്യൂറാ മാറ്റർ, അരക്കിനോഡ് മാറ്റർ ആൻഡ് പയാ മാറ്റർ. The meningitis is term used to describe the infection of meninges. ഈ ഇത്രയും പോർഷൻ, ആ ഒരു ലെയർ ആയിട്ടുള്ള ഭാഗത്തിനെ പറയുന്നതാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. അതായത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് മെംബ്രൈൻസ്, അതിനെയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മെനിഞ്ചസിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് മെനിഞ്ചൈറ്റിസ് ആൻഡ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. എ ബേബി ക്യാൻ അഫക്ട് മെനിഞ്ചൈറ്റിസ് ദാറ്റ് ക്യാൻ ബി അഫക്റ്റ് pressure on the brain and spinal cord. It can affect people all ages, but meningitis looks different in babies and child. It is a life-threatening inflammation of the protective membrane surrounding the brain and spinal cord, commonly caused by viral or bacterial infections. Signs and symptoms എന്തൊക്കെയാണെന്ന് നോക്കാം. അഡൾട്ടിനാണെങ്കിൽ സഡൻ ഹൈ ഫീവർ, സ്റ്റിഫ് നെക്ക്, സിവിയർ ഹെഡേക്ക്, കൺഫ്യൂഷൻ, സെൻസിറ്റിവിറ്റി ടു ലൈറ്റ്, ഫോട്ടോഫോബിയ എന്ന് പറയും, പിന്നെ വോമിറ്റിംഗ്. ഇതൊക്കെയാണ് അഡൾട്ടിന് കോമൺലി കാണുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ്. ഇൻഫൻസിനാണെങ്കിൽ ഹൈ ഫീവർ, കോൺസ്റ്റന്റ് ക്രൈയിങ്, എക്സ്ട്രീം സ്ലീപ്നെസ് ഓർ ഇറിറ്റബിലിറ്റി, പുവർ ഫീഡിങ് ആൻഡ് എ ബൾജിങ് സോഫ്റ്റ് സ്പോട്ട്. അതിന് ഫോണ്ടനലയിൽ ബൾജിങ് കാണും. തലയുടെ ഈ ഭാഗത്തായിട്ട് ഫോണ്ടനയിലേക്ക് ബൾജി ഇങ്ങനെ പൊങ്ങി വരും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് മെനിഞ്ചൈറ്റിസ്. ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം 4 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു: ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ ആൻഡ് പാരസൈറ്റിക്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ അതിൻ്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഇസ് മോസ്റ്റ്ലി സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. യൂസ്ഡ് അർജന്റ് ട്രീറ്റ്മെന്റ് വേണ്ടുന്ന ഒരു അസുഖമാണ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈഫ് ത്രെട്ടനിങ് ആൻഡ് സ്പ്രെഡ് ബിറ്റ്വീൻ പീപ്പിൾ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. റെസ്പിറേറ്ററി ട്രാക്റ്റിലൂടെയാണ് കൂടുതലായിട്ടും ഈ അസുഖം പകരുന്നത്. അതാണ് സ്പ്രെഡ് ബിറ്റ്വീൻ പീപ്പിൾ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ എന്ന് പറഞ്ഞത്. കോമൺ കോസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നൈസീരിയ മെനിഞ്ചൈറ്റിഡിസ്. കോമൺ കോസ് ബാക്ടീരിയകളാണ്. നൈസീരിയ മെനിഞ്ചൈറ്റിഡിസ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ എന്ന് പറയുന്ന ബാക്ടീരിയകൾ. ദെൻ വൈറൽ മെനിഞ്ചൈറ്റിസിനകത്ത് ലെസ് സിവിയർ ആണ്. ആൻഡ് മോസ്റ്റ് പീപ്പിൾ റിക്കവർ കംപ്ലീറ്റ്ലി വിത്തൗട്ട് ട്രീറ്റ്മെന്റ് ഇല്ലാതെ തന്നെ മോസ്റ്റ് ഓഫ് ദ പീപ്പിളും കംപ്ലീറ്റ്ലി റിക്കവർ ആകുന്നുണ്ട് വൈറൽ മെനിഞ്ചൈറ്റിസിന്റെ കേസിൽ. ദെൻ ഫംഗൽ മെനിഞ്ചൈറ്റിസ് ഇസ് റയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. കോസ്ഡ് ബൈ ഫംഗൈ ലൈക്ക് ക്രിപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ഫംഗയാണ് കോസ് ചെയ്യുന്നത്. ദെൻ പാരാസൈറ്റിക് മെനിഞ്ചൈറ്റിസ് very rare. Parasitic meningitis is very rare and caused by certain parasites like Naegleria fowler എന്ന് പറയുന്ന പാരസൈറ്റ് ആണ് പാരസൈറ്റിക് മെനിഞ്ചൈറ്റിസ് കോസ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺലി കാണപ്പെടുന്ന 2 ടൈപ്പ് മാത്രമേ ഉള്ളൂ. ഒന്ന് ബാക്ടീരിയലും ഒന്ന് വൈറലും. മറ്റേത് രണ്ടും റയർ ആണ്. ദെൻ ഡയഗ്നോസിസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലംബാർ പങ്ക്ചർ, സ്പൈനൽ ടാപ്പ് ചെയ്തിട്ട് ടു ടെസ്റ്റ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് ഡയഗ്നോസിസ് ചെയ്യുന്നത്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഇമേജിങ്, CT എടുക്കാം, MRI എടുത്ത് ഡയഗ്നോസിസ് ചെയ്യാം.
ദെൻ ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? ബാക്ടീരിയൽ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആന്റിബയോട്ടിക്സ് ആൻഡ് സപ്പോർട്ടീവ് കെയർ, ഇൻട്രാവിനസ് ആന്റിബയോട്ടിക്സ്, സംടൈംസ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് പോലുള്ള ആന്റിബയോട്ടിക്സ് നമ്മൾ IV സപ്പോർട്ടീവ് കെയർ ആണ് കൊടുക്കുന്നത്. ആന്റിബയോട്ടിക്സ് ഇമ്മീഡിയറ്റ്ലി എടുക്കണം. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിന് ഇസ് മോസ്റ്റ് സിവിയർ ആൻഡ് ലൈഫ് ത്രെട്ടണിങ് ഡിസീസ് ആണ്. ദെൻ വൈറൽ ആണെങ്കിൽ ഓഫൻ റിസോൾവ്സ് വിത്ത് റെസ്റ്റിലൂടെ വൈറൽ മെനിഞ്ചൈറ്റിസ് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫ്ലൂയിഡ്സ്, പെയിൻ മെഡിക്കേഷൻസ് ആൻഡ് ആന്റിവൈറൽ ഇൻ സം കേസസ്. ആന്റിവൈറൽസ് എടുക്കാം, പിന്നെ പെയിൻ മെഡിക്കേഷൻസും പ്രോപ്പർ റെസ്റ്റും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വൈറൽ മെനിഞ്ചൈറ്റിസ് ട്രീറ്റ് ചെയ്യാം. ആന്റിവൈറൽ എന്ന് പറയുമ്പം അസൈക്ലോവിർ പോലത്തെ ആന്റിവൈറൽ മെഡിക്കേഷൻസ് ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ദെൻ ഫംഗൽ ഓർ പാരസൈറ്റിക് ആണെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് ആന്റി ഫംഗൽ ഓർ ആന്റി പാരസൈറ്റിക് മെഡിക്കേഷൻസ് ആണ്. ഇനി എന്താണ് മെനിഞ്ചൈറ്റിസിന്റെ പ്രിവെൻഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വാക്സിനേഷൻ ആണ് ഫസ്റ്റ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അത് എന്തൊക്കെ വാക്സിനേഷൻ ആണ് MMRന് മെനിഞ്ചൈറ്റിസിന് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MMR, നമ്മുടെ മംസ്, മീസിൽസ്, റുബല്ല MMR വാക്സിൻ. ദെൻ ഹിബ് ഹീമോഫിലൻസ് ഇൻഫ്ലുവൻസ ടൈപ്പ് B വാക്സിൻ. ദെൻ മെനിഞ്ചോകോക്കൽ, ന്യൂമോകോക്കൽ വാക്സിൻസ്. ഈ വാക്സിനേഷൻ ആണ് ഫസ്റ്റ് പ്രിവെൻഷൻ ഓഫ് മെനിഞ്ചൈറ്റിസ്. ദെൻ ഗുഡ് ഹൈജീൻ, നല്ല ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനത്ത് ഹാൻഡ് വാഷിംഗ് ഉണ്ട്. കവറിങ്, സ്നീസ്, അവോയ്ഡ് ഷെയറിങ് യൂട്ടൻസിൽസ് ഓർ ഡ്രിങ്ക് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺസ്. ഡയറക്റ്റ് കോണ്ടാക്ട് വെക്കാതിരിക്കുക. ഇതാണ് പീപ്പിൾസ് ബിറ്റ്വീൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ബിക്കോസ് ഇറ്റ് ഇസ് സ്പ്രെഡ് ത്രൂ റെസ്പിറേറ്ററി ട്രാക്ട്. Okay, we concluded this presentation and quick facts we knowing quick facts that are most deadly form of meningitis is bacterial meningitis, and the common bacteria is group B Streptococcus bacteria. And first vaccine for meningitis is Hib vaccine ആണ്, Haemophilus influenzae type B vaccine. Thank you for all. That's all the class of meningitis. Thank you, ma. നന്നായിരുന്നു കേട്ടോ സോജി. Thank you, ma. ഓക്കെ, സുറുമി ഉണ്ടോ? ഇല്ല, ഓക്കെ, കുഴപ്പമില്ല. തഹസിബ. ഓക്കേടാ. ഏത് ടോപ്പിക്കാണ്? ന്യൂമോണിയ. ഓക്കെ. Good afternoon, respected ma'am and my dear friends. Today we are presenting our seminar on the topic common childhood diseases. My friends have already explained their topics clearly. Now let us move on the next topic, pneumonia. എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലാവുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ മലയാളത്തിലാണ് ക്ലാസ് പ്രസന്റ് ചെയ്യുന്നത്. ന്യൂമോണിയ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു സീരിയസ് കണ്ടീഷനാണിത്. ഇത് കുട്ടികളിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതുപോലെ തന്നെ പ്രായമായവരിൽ 65 വയസ്സിന് മുകളിലുള്ളവരും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്താണ് ന്യൂമോണിയ, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് തുടങ്ങിയതൊക്കെയാണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ന്യൂമോണിയ. ഇത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് വഴിയോ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വഴിയും വൈറസ് ഇൻഫെക്ഷൻ വഴിയും ഉണ്ടാകുന്ന ന്യൂമോണിയ ചുമക്കുന്നതിലൂടെയും തുമ്മുന്നതിലൂടെയും പിന്നെ ക്ലോസ് കോണ്ടാക്ട്, അതുപോലെ പാത്രങ്ങളും പേഴ്സണൽ ഐറ്റംസും ഒക്കെ ഷെയർ ചെയ്യുന്നതിലൂടെ ഒക്കെ സ്പ്രെഡ് ചെയ്യും. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യില്ല. ന്യൂമോണിയ നമ്മുടെ ലങ്സിന്റെ ഒരു ഭാഗം ഇൻഫെക്ഷൻ കാരണം കഫം നിറഞ്ഞ് കട്ടിയാകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ ആ ഒരു ഭാഗത്ത് ഓക്സിജന്റെ എക്സ്ചേഞ്ച് നടക്കൂല. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓക്സിജന്റെ അളവ് കുറയുകയും അത് ഹാർട്ട്, കിഡ്നി, ബ്രെയിനിനെ ഒക്കെ എഫക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളിലെ ന്യൂമോണിയ കേസ് കൂടുതലായിട്ട് വരാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ്, കഫക്കെട്ട് വരുന്ന സമയത്ത് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ന്യൂമോണിയയിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് എടുത്താലും ചില കേസിൽ പാരന്റ്സ് ആന്റിബയോട്ടിക്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ അത് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ആവുമ്പം അത് വീണ്ടും ചുമയൊക്കെ കൂടി
ന്യൂമോണിയയിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വൈറൽ ന്യൂമോണിയ ഉണ്ടാവുന്നത്, അതായത് H1N1, ഇൻഫ്ലുവൻസ വൈറസ്, പിന്നെ അഡിനോ വൈറസ്, ഇവയൊക്കെ 2-3 ദിവസം നീണ്ട് പിന്നെ കൊണ്ട് കഫക്കെട്ട് കൂടി അത് ന്യൂമോണിയ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മൈക്രോപ്ലാസ്മ നമ്മുടെ ലങ്സിൽ എത്തുന്നത് വഴിയും ന്യൂമോണിയ ആവുന്നു. പിന്നെ മക്കളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, പിന്നെ കൂടുതലായിട്ട് തണുത്തത് കഴിക്കുന്നത്, ജങ്ക് ഫുഡ്സ്, പിന്നെ ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ഫുഡ് ഐറ്റംസ് കഴിക്കാതിരിക്കുക, പിന്നെ പ്രോപ്പറായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുമ്പോഴൊക്കെ കുട്ടികളിൽ ന്യൂമോണിയ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സിംറ്റംസ് ആണ് പറയുന്നത്. കൂടുതലായിട്ടും കുട്ടികളിൽ കാണിക്കുന്നത് ശക്തിയായ പനി, ചുമ പറയുമ്പം അത് ചില സമയത്ത് കഫത്തോട് കൂടിയുള്ള ചുമയാകാം, അല്ലാണ്ടും ആവാം. പിന്നെ ശ്വാസം മുട്ടല്. ആദ്യം ചെറിയൊരു ജലദോഷം പോലെയൊക്കെ ആയിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പനി വന്ന് ഡേ ബൈ ഡേ കണ്ടീഷൻ വേഴ്സായി പോവാണ് ചെയ്യുക. പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വഴി ഉണ്ടാകുന്ന ന്യൂമോണിയക്ക് പെട്ടെന്ന് പനി വരികയും അതിന്റെ കൂടെ തന്നെ പെട്ടെന്ന് വിറയലൊക്കെ വന്ന് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിന്റെ ഡയഗ്നോസിസ് പറയുമ്പം കഫക്കെട്ട് കൂടുതലാണെങ്കിൽ ബ്ലഡ് കൗണ്ട് ടെസ്റ്റ് ചെയ്യും. അതിൽ WBCന്റെ അളവ് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ CRP ടെസ്റ്റ് ചെയ്യാറുണ്ട്. അത് ശരീരത്തിലെ ഇൻഫെക്ഷൻസ് കൂടുതലുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ന്യൂമോണിയ ഉള്ളവരിൽ CRP റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ എക്സ്റേ നോക്കിയും എവിടെയാണ് കഫക്കെട്ട് ഉള്ളത്, അതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ വൈറൽ ന്യൂമോണിയ ആണെങ്കിൽ തൊണ്ടയിലും മൂക്കിലും നിന്നൊക്കെ സ്രവം എടുത്ത് പരിശോധിക്കും. പിന്നെ കൾച്ചറൽ ടെസ്റ്റ്, അത് കഫ പരിശോധനയും നടത്താറുണ്ട്. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ്, ന്യൂമോണിയ ഉള്ളവരിൽ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും അവരെ ഡോക്ടേഴ്സ് അഡ്മിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യാറ്. ചില കേസിൽ 5 days ആയിരിക്കും, ചില കേസിൽ 7 days, അങ്ങനെയൊക്കെയാണ് ഇഞ്ചക്ഷൻസ് കൊടുക്കാറുള്ളത്. പിന്നെ ഓക്സിജന്റെ അളവ് കുറയുകയാണെങ്കിൽ ട്യൂബ് വഴി അല്ലെങ്കിൽ മാസ്ക് വെച്ച് ഓക്സിജൻ കൊടുക്കും. പിന്നെ കഫം ഇളകി പോകാൻ വേണ്ടിയിട്ട് നെബുലൈസേഷനും ചെയ്യാറുണ്ട്. അതിന്റെ കൂടെ തന്നെ ചുമ അതല്ലെങ്കിൽ പനിയൊക്കെ ഉണ്ടാവും, അതിനുള്ള ട്രീറ്റ്മെന്റും അതിനുള്ള മരുന്നുകളും കൊടുക്കാറുണ്ട്. പിന്നെ ഫുഡൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഗ്ലൂക്കോസ് ഫ്ലൂയിഡ് കൊടുക്കുകയും ചെയ്യും. പിന്നെ ന്യൂട്രീഷൻസും കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ്. അപ്പം പെട്ടെന്ന് ദഹിക്കുന്ന ഫുഡ് ഐറ്റംസ് കൊടുക്കുക, അതായത് കഞ്ഞി, ഓട്സ്, ആവിയിലുണ്ടാക്കിയ ഫുഡ് ഐറ്റംസ് ഇങ്ങനെയുള്ളത് കൊടുക്കുക. പിന്നെ തണുത്ത പലഹാരങ്ങൾ ഒഴിവാക്കുക, ഇടയ്ക്കിടെ ചൂടുവെള്ളം കൊടുക്കുക, കഞ്ഞിവെള്ളം ഒക്കെ കൊടുക്കുക. പിന്നെ തണുത്ത ഫുഡ് ഐറ്റംസ് കൊടുത്താൽ അത് ബാക്ടീരിയ വേഗത്തിൽ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ തണുത്തത് കൊടുക്കുന്നത് മാക്സിമം കുറക്കുക. പിന്നെ അതിന്റെ പ്രിവെൻഷനാണ്. നമുക്കറിയാം ന്യൂമോണിയ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രോഗമാണ്. പലരിലും ഇത് മരണത്തിന് വരെ കാരണമാകുന്നുണ്ട്. സോ അത് ഇരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. കഫക്കേറ്റിന് വേണ്ടി മക്കൾക്ക് കാണിച്ചാൽ ആ ഡോക്ടേഴ്സ് തരുന്ന ആന്റിബയോട്ടിക്സ് അത് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക്സ് കഴിക്കുന്നത് ഒഴിവാക്കുക. ചിലർ ഡോക്ടേഴ്സിനൊന്നും കാണാതെ ചെറിയ ജലദോഷമൊക്കെ വരുമ്പോൾ തന്നെ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കേസസ് ഒക്കെ ഒഴിവാക്കാം. പിന്നെ ഡോക്ടേഴ്സിന്റെ ഫോളോ അപ്പ് വിസിറ്റേഴ്സ്, ഡോക്ടേഴ്സ് ഇപ്പം 5 days അല്ലെങ്കിൽ 3 days കഴിഞ്ഞ് കുറവില്ലെങ്കിൽ വരാമെന്ന് പറയുന്ന അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാം. ന്യൂമോണിയക്ക് എതിരായിട്ടുള്ള കുത്തിവയ്പ്പ് മെയിനായിട്ട് വരുന്നത് PCV ആണ്, അതായത് ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. ഇത് ഗവൺമെന്റിൽ ഇപ്പം ഫ്രീ ആയിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പെൻഡാവാക്സിൻ. പിന്നെ ഇൻഫ്ലുവൻസ വൈറസിനെതിരായിട്ടുള്ള ഫ്ലൂ ഷോട്ട്സും പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ കുട്ടികളുടെ അടുത്ത് നിന്ന് സ്മോക്കിംഗ് ചെയ്യുന്നതും ഒക്കെ ഒഴിവാക്കുക. പിന്നെ കൂടുതലായിട്ട് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതും തണുത്തത് കഴിക്കുന്നതും ഒക്കെ ഒഴിവാക്കുക. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അവരെ കൊണ്ട് മാക്സിമം കഴിപ്പിക്കുക. ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അവർക്ക്, അതായത് ഓറഞ്ച്, ലെമൺ, നെല്ലിക്ക ഇതുപോലുള്ള കൊടുക്കുക. പിന്നെ സിങ്ക് അടങ്ങിയ ഫുഡ്, പ്രോട്ടീൻ അടങ്ങിയ ഫുഡൊക്കെ കഴിച്ചാൽ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി സാധിക്കും. മുന്നേ ന്യൂമോണിയ വന്ന കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ മുലപ്പാല് അധികം കുടിക്കാത്ത കുട്ടികളില്, പ്രായത്തിൽ അനുസരിച്ചിട്ടുള്ള തൂക്കമില്ലാത്ത കുട്ടികളിൽ, പ്രീമച്ചർ ബേബീസ്, അലർജിയുള്ള കുട്ടികളിലൊക്കെ ന്യൂമോണിയ വരാൻ സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ കൺക്ലൂഷൻ, ന്യൂമോണിയ
കുട്ടികൾ സാധാരണയായിട്ട് കാണുന്ന ഒരു രോഗമാണെങ്കിലും അതൊരു സീരിയസ് ലങ്സ് ഇൻഫെക്ഷൻ ആണ്. നമ്മൾ അതിനെ ഏർലി ഡയഗ്നോസ് ചെയ്യുകയും പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുകയും അതിനുള്ള വാക്സിൻസ് ഒക്കെ കറക്റ്റ് എടുത്താൽ ന്യൂമോണിയ നമുക്ക് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. സാധാരണ കഫ് അല്ലെങ്കിൽ ഫീവർ എന്ന് കരുതി അതിനെ അവഗണിക്കാതെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി പോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ മെഡിക്കൽ സപ്പോർട്ട് നേടുക. ഓരോ ശ്വാസവും അമൂല്യമാണ്. നമ്മുടെ കുട്ടികളുടെ ശ്വാസകോശ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. സോ ടേക്ക് കെയർ. താങ്ക് യു. നന്നായിട്ട് എടുത്തോളൂ കേട്ടോ. താങ്ക് യു മാം. നസ്രിൻ. മിസ് ഗുഡ് ആഫ്റ്റർനൂൺ മിസ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ചിക്കൻ ബോക്സ് എന്ന രോഗത്തെ കുറിച്ചാണ്. ഇൻട്രഡക്ഷൻ. വെരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് മൂലമുണ്ടാകുന്ന അതിവേഗം പടരുന്ന ഒരു പകർച്ചവ്യാധിയാണ് ചിക്കൻ ബോക്സ്. കുട്ടികളിലാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നതെങ്കിലും ഏത് പ്രായത്തിലുള്ളവർക്കും ഈ രോഗം വരാം. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് 10 മുതൽ 21 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. പനി, തലവേദന, കഠിനമായ ക്ഷീണം, വിശപ്പില്ലായ്മ, ശരീരവേദന, ചുവന്ന തടിപ്പുകളായി തുടങ്ങി വെള്ളം നിറഞ്ഞ കുമിളകളായി പഴുക്കുകയും പിന്നീട് കരിഞ്ഞുണങ്ങി പാടുകളായി മാറുന്നു. നല്ല ചൊറിച്ചിലും അനുഭവപ്പെട്ടേക്കാം. വായുവിലൂടെയോ രോഗിയുമായി നേരിട്ടുള്ള സമ്പർക്കം മൂലമോ ഈ രോഗം മറ്റുള്ളവരിലേക്കും പടരാം. വാക്സിനേഷൻ. വെരിസെല്ല വാക്സിൻ, ഐസോലേഷൻ, ശുചിത്വം എന്നീ വസ്തുതകൾ കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാം. മരുന്നുകളുടെ കൃത്യമായ ഉപയോഗം. അസൈക്ലോവിർ പോലുള്ള ആന്റി വൈറൽ മരുന്നുകൾ ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെയും പഴങ്ങൾ, പച്ചക്കറികൾ അതുപോലെ ഇളം ചൂടുവെള്ളത്തിലുള്ള കുളിയും ചികിത്സയിൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ്. കൃത്യമായ ചികിത്സയും വിശ്രമവും വഴി ചിക്കൻ പോക്സിനെ ഭേദമാക്കാം. ശാസ്ത്രീയമായ ചികിത്സാ രീതികൾ പിന്തുടരുന്നതാണ് നല്ലത്. കഴിഞ്ഞു മാം. കംപ്ലീറ്റ് ആയോ? നന്നായിരുന്നു കേട്ടോ. മിഥുന. നസ്രിഫ. ഹലോ മാം. അലർജിക് അല്ലേ? പറഞ്ഞോട് അലർജി. Hello everyone. Good afternoon to all of you. Hi, my name is Nasika. Today I am here to tell you something about allergies. But first I would like to say thanks to my miss because who gave me a chance to speak in front of all of you. I am here to present my seminar now. My topic is allergy. അതായത് ഞാൻ ഇന്നിവിടെ അലർജിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ശരീരത്തിന് ഹാനികരമായ ഒരു ഇൻവെന്റർ, അതായത് അധിനിവേശകാരിയായി കണക്കാക്കുന്ന പദാർത്ഥങ്ങളോടുള്ള നമ്മുടെ ശരീരത്തിനോടുള്ള പ്രതികരണമാണ് അലർജി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പൂമ്പൊടി സാധാരണയായി ഹാനികരം ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമല്ല. സമ്പർക്കത്തിലൂടെ വരുമ്പോൾ നിങ്ങളുടെ പ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി സിസ്റ്റം പ്രതികരിച്ചേക്കാം. ഇത്തരം പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന വസ്തുക്കളെ പ്രശ്നമുണ്ടാണ്. ബ്രേക്ക് ആവും. കേൾക്കുന്നുണ്ടോ മറ്റുള്ളവര്? ഇല്ല മാം. കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാടാ. ഇപ്പൊ കേൾക്കാവോ? ആ, പ്രശ്നം. അലർജി എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ അമൃത പ്രതികരണം, അലർജൻ അത് ഉണ്ടാക്കുന്ന വസ്തു, അലർജിക് റിയാക്ഷൻ അലർജനുകളോടുള്ള ശരീരത്തിന്റെ പ്രതിരോധ പ്രതികരണം. അലർജി രോഗങ്ങൾ
രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അലർജി രോഗങ്ങൾ പൂമ്പൊടി, ഭക്ഷണം അല്ലെങ്കിൽ താരൻ തുടങ്ങിയ വസ്തുക്കളോട് ശരീരം അമിതമായി പ്രതികരിക്കുന്ന മാറാത്ത രോഗപ്രതിരോധ സംവിധാന വൈകല്യങ്ങളാണ്. ഹൈ ഫീവർ, ആസ്മ, ആറ്റോസ്പെറ്റിക് ഡെർമറ്റിസ്, എക്സിമ, കഠിനമായ ഭക്ഷണങ്ങൾ, മയക്കുമരുന്ന്, അലർജികൾ എന്നിവയാണ് സാധാരണ അവസ്ഥകൾ. തുമ്മൽ, കണ്ണുകളിൽ ചൊറിച്ചിൽ എന്നിവ മുതൽ വരെ ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ അലർജി സാധ്യതയുള്ള ഒരാള് പ്രത്യേക അലർജനുമായി ആദ്യമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ശരീരം ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിച്ച് പ്രതികരിക്കുന്നു. ഈ ആന്റിബോഡികളുടെ ജോലി അലർജനുകളെ കണ്ടെത്തുകയും ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ സഹായിക്കുകയുമാണ് ചെയ്യുക. ഇതിന്റെ ഫലമായി ഹിസ്റ്റാമിൻ എന്ന രാസവസ്തു പുറത്തുവിടുകയും അലർജിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ടൈപ്സ് ഓഫ് അലർജി ഉണ്ട്. അലർജിക് റൈനൈറ്റിസ്, സ്കിൻ അലർജീസ്, ഇൻസെക്ടിങ് അലർജീസ്, ഫുഡ് അലർജീസ്, ഡ്രഗ് അലർജീസ്, ലാറ്റക്സ് അലർജി, പെറ്റ് അലർജി. ഇതിൽ 2-3 അലർജിയെ കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം. അലർജിക് റൈനൈറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് റണ്ണി ഓർ സ്റ്റഫി നോസ്, ഇച്ചിങ് ത്രോട്ട്സ്, അതായത് തൊണ്ടയിൽ, മൂക്കില്, മൗത്തില്, നമ്മളെ സ്കിൻ, ഐസ്, പിന്നെ അവിടെയൊക്കെ നമുക്ക് ചൊറിച്ചിലും ഇറിറ്റേഷൻ പോലെ ഉണ്ടാവാം. പിന്നെ കഫിങ്, വാട്ടറി ഐസ്, എപ്പോഴും തുമ്മൽ, സ്നീസിങ്, ഇതൊക്കെയാണ് സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത്. ഇതിനായിട്ട് മെഡിസിൻ എന്ന് പറയുന്നത് നാസൽ സ്പ്രേകൾ ഉപയോഗിക്കാം. പിന്നെ സാനിറ്റേഷൻ പോലുള്ള അലർജി ഷോട്ട്സ്, ടാബ്ലറ്റ്സ്, സലൈൻ സ്പ്രേ ഒക്കെയാണ് ഇതിനായിട്ട് ഇത് മാറാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഇതിന് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം, പൊടിപടങ്ങളുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഡോറും വിൻഡോസ് ഒക്കെ അടച്ചിടുക. അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിലും അങ്ങനെ പൊടിയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഡോറും വിൻഡോസ് ഒക്കെ അടച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പെറ്റുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക. എപ്പോഴും നമ്മൾ ഹൈജീൻ ആയിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കോമൺ അലർജി ആയിട്ട് വരുന്നതുണ്ട്, അതായത് എയർബോൺ, അതായത് എയറിലൂടെ നമുക്ക് ഉണ്ടാവുന്ന അലർജി, അതായത് പോളൻ, ഡസ്റ്റ് മൈറ്റ്സ്, പെറ്റിൻ്റെ ഇത് ഉണ്ടാവുന്നത്. പിന്നെ മോൾഡ് ആൻഡ് മൈൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പൂപ്പല് അതുപോലത്തെ ഉള്ള കണ്ടന്റിൽ നിന്ന് നമുക്കത് അത് ശ്വസിക്കുന്നതുകൊണ്ടോ അതിൻ്റെ ഇതുകൊണ്ടോ നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവാം. സ്കിന്നിൽ പറയുമ്പം നമ്മൾ സ്പ്രേ, ക്ലീനേഴ്സ്, കോസ്മെറ്റിക്സ്, അതിലൂടെയൊക്കെ പ്ലാന്റ്സ്, ഇതുവഴി നമുക്ക് സ്കിന്നിൽ അലർജികൾ അതുവഴി ഉണ്ടാവാം. പിന്നെ ഫുഡിലാണെങ്കിൽ ട്രീ നട്ട്സ്, പീനട്ട്സ്, മിൽക്ക്, എഗ്സ്, സോയാബീൻസ്, ചില ഷെൽ ഫിഷുകൾ, വീറ്റ്, അങ്ങനെ പലതരം ഫുഡിൽ നിന്നും, മെയിനായിട്ട് ഇത്ര ഫുഡിൽ നിന്നാണ് അലർജീസ് ഉണ്ടാകുന്നത്. പിന്നെ മെഡിക്കേഷൻ, അതായത് മെഡിസിൻ ഉണ്ടാവുന്നത്, അതായത് സൾഫ ഡ്രഗ്സ്, പെൻസിലിൻ, ആൻറ്റി കൺവൾസൻസ്, അതുപോലത്തെ ഉള്ള മെഡിസിനിൽ നിന്നും നമുക്ക് അലർജീസ് ഉണ്ടാകാം. ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ ചില പ്രത്യേക ഭക്ഷണങ്ങളോട് നമ്മുടെ ശരീരം അസാധാരണമായി പ്രതികരിക്കുന്ന അവസ്ഥയാണ് ഫുഡ് അലർജി എന്ന് പറയുന്നത്. ഫുഡ് അലർജി 2 തരമുണ്ട്. IgE മെഡിറ്റേറ്റഡ് അലർജി ഉണ്ട്, നോൺ IgE മെഡിറ്റേറ്റഡ് അലർജി ഉണ്ട്. അതായത് രോഗപ്രതിരോധ സർവീസ് എസ്പീസ്റ്റർ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ അലർജിയോട് അമിതമായി പ്രതികരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ ആന്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. അതിന്റെ സിംറ്റംസ് വരുന്നത് ഹൈ ഫീവർ, സ്വെല്ലിങ്, ട്രബിൾ ബ്രീത്തിങ്, വോമിറ്റിങ്, അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്. ഇതിന്റെ സിംറ്റം, പിന്നെ ഇതുണ്ടാകുന്ന സമയം ഫുഡ് കഴിച്ച് നിമിഷങ്ങൾ നേരം കൊണ്ട് ചിലപ്പോൾ ഉണ്ടാകാം, അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാകാറുള്ളത്. രോഗപ്രതിരോധ സംവിധാന ലേസ് ആന്റിബോഡികൾ ഇല്ലാതെ പ്രതികരിക്കുന്നു. അതെന്ന് പറയുമ്പോൾ ഇതിന്റെ സിംറ്റംസ് സ്റ്റൊമക് പെയിന്, ഡയേറിയ, ബ്ലഡ് ഇൻ സ്റ്റൂള്, ഐസീമ, ഇതുപോലത്തെ സംഭവങ്ങളാണ്. അതിന്റെ സമയം എന്ന് പറയുമ്പോൾ കുറെ നാളുകൾക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഹവേഴ്സ് ഓഫ് ഈറ്റിംഗിന് ശേഷമായിരിക്കും അത് ഉണ്ടാകുക. പിന്നെ
നമ്മൾ ഫുഡ് അലർജി ഉണ്ടാകാതിരിക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഫുഡ് അലർജി ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ലേബലുകൾ കറക്റ്റായിട്ട് നോക്കി വായിച്ചതിന് ശേഷം മാത്രമേ എവിടെ നിന്നെങ്കിലും പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡാണെങ്കിൽ അങ്ങനെ നോക്കിയേ കഴിക്കാവൂ. അല്ലെങ്കിൽ ഹൈജീനുള്ള ഫുഡുകൾ മാത്രം കഴിക്കുക. പിന്നെ നമുക്ക് ഈ അലർജി കണ്ടുപിടിക്കാൻ കോമൺ ടെസ്റ്റുകളുണ്ട്. അതായത് സ്കിൻ പ്രിക്ക് ടെസ്റ്റ്, അതായത് സ്മോൾ എമൗണ്ട് ഓഫ് അലർജൻസ് ആർ പിക്ഡ് ഇൻ ഓൺ ദി സ്കിൻ. നമ്മുടെ സ്കിന്നിൽ ഒരു ഭാഗത്ത് വേർതിരിച്ച് അവിടെ ഈ റിയാക്ഷൻസ് നുള്ള അലർജൻസ് നമ്മളെ ശരീരത്ത് ടെസ്റ്റ് ചെയ്ത് അലർജി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന രീതി. അതായത് അവിടെ നമുക്ക് ഈ ഉറുമ്പ് കടിച്ച പോലെ തടിപ്പ് പോലെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്കത് അലർജി ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ബ്ലഡ് ടെസ്റ്റ് വഴി അത് നമ്മളെ മെഷർമെന്റ് ഓഫ് അലർജി അലർജി നമ്മളെ ബ്ലഡിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ഓറൽ ഫുഡ് ചലഞ്ച്, അതായത് ഫുഡ് അലർജി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് സ്മോൾ എമൗണ്ട് ഓഫ് ഫുഡ് കഴിച്ച് അലർജി ടെസ്റ്റ് ചെയ്യുന്ന സംവിധാനവും ഇപ്പം നമ്മളുടെ ഹോസ്പിറ്റലുകളും ഉണ്ട്. അപ്പം താങ്ക് യു all of you. Thank you for being here today. I hope you all are understood my topic. Once again, thank you, Miss, and my dear friends. രമ്യ Ma'am, പ്രസന്റ് ചെയ്തോളാം. good afternoon, ma'am. Good afternoon, my dear friends. Today, പറയട്ടെ. കേൾക്കാമോ ma'am? കേക്കാടാ, പ്രസന്റ് ചെയ്തോ. Today I am presenting about my seminar, dengue fever. Dengue fever is a mosquito-borne viral diseases that affect millions of people every year. ഡെങ്കി ഫീവർ എന്ന് പറയുന്നത് ഒരു മോസ്കിറ്റോ മൂലം ഉണ്ടാകുന്ന ഒരു വൈറൽ ഡിസീസസ് ആണ്. ഓരോ വർഷവും കോടിക്കണക്കിന് ജനങ്ങൾക്കാണ് ഇത് ബാധിക്കുന്നത്. കോസസ് ഓഫ് ഡെങ്കി ഫീവർ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ഡെങ്കി വൈറസ്. ഇറ്റ് ഹാസ് 4 types. Dengue 1, 2, 3, 4. A person gets infected when an injured mosquito bite, mainly Aedes mosquito. The mosquito usually spread in stagnant clean water such as water stored in containers, flower pot, old tires and cooler. ഇത് ഡെങ്കി ഫീവർ ഉണ്ടാവുന്നത് ഡെങ്കി വൈറസ് മൂലമാണ്. ഇത് മെയിൻലി 4 types ആണുള്ളത്. ഡെങ്കി 1, 2, 3, 4. ഒരു വ്യക്തിക്ക് ഈ അസുഖം ഉണ്ടാകുന്നത് ഈഡിസ് മോസ്കിറ്റോ എന്ന് പറയുന്നൊരു മോസ്കിറ്റോ കടിക്കുന്നത് മൂലമാണ്. അത് എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൽ നിന്ന്. അത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്ടറൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും, ഫുള്ളായിട്ട് കവർ ചെയ്യാതെ. പിന്നെ ഫ്ലവർ പോട്ടുണ്ട്, ചെടിച്ചട്ടികൾ, ഓൾഡ് ടയേഴ്സ്, കൂളർ, അതിനകത്തൊക്കെ നമ്മൾ വെള്ളം ഉപയോഗിക്കും. അവിടെയൊക്കെ കിട്ടിക്കിടന്നാണ് മോസ്കിറ്റോ. ആ മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെങ്കി ഫീവർ ഉണ്ടാകുന്നത്. സിംറ്റംസ്. ഇറ്റ് യൂഷ്വലി അപ്പിയേഴ്സ് 4 to 10 days ആഫ്റ്റർ ദ മോസ്കിറ്റോ ബൈറ്റ്. ഇത് ഇപ്പം നമുക്ക് ഡെങ്കി ഫീവർ വന്നത് മോസ്കിറ്റോ കടിച്ചു കഴിഞ്ഞ് 4 to 10 days കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ സിംറ്റംസ് വെളിയിൽ കാണുന്നത്. Common symptoms are high fever, severe headache, pain behind the eyes, joint and muscle pain, nausea and vomiting, skin rash, mild bleeding. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ഹൈ ഫീവർ, നല്ല പനിയായിരിക്കും. സിവിയർ ഹെഡേക്ക്, ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടാവും. കണ്ണിന് പുറകിലായിട്ട് നല്ല വേദന വരും. ജോയിന്റ് മസിലൊക്കെ നല്ലതായിട്ട് വേദനിക്കും. നോസി ആൻഡ് വോമിറ്റിംഗ്, മനം പുരട്ടലും ഛർദിലും ഉണ്ടാവും. സ്കിന്നിലൊക്കെ പാടുകൾ വരും. ചെറിയ രീതിയിൽ ബ്ലീഡിങ്ങും ഉണ്ടാവും. ഡയഗ്നോസിസ്. ബ്ലഡ് ടെസ്റ്റ് ചെക്കിംഗ് പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട്. നമുക്കത് എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് ചെക്ക് ചെയ്യുക. അതിലൂടെ നമുക്ക് തിരിച്ചറിയാം ഡെങ്കി ഫീവർ ആണോ എന്ന്. ഇയർലി ഡയഗ്നോസിസ് ആൻഡ് പ്രോപ്പർ മെഡിസിൻ കെയർ ക്യാൻ റെഡ്യൂസ് കോംപ്ലിക്കേഷൻസ്. നേരത്തെ തന്നെ നമ്മൾ തിരിച്ചറിയുകയും അതിന് ശരിയായ രീതിയിൽ മെഡിസിനും എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാം. ട്രീറ്റ്മെന്റ്. There is no specific medicine to cure dengue treatment. സാധാരണയായിട്ട് ഡെങ്കി ഫീവറിന് വേണ്ടിയായിട്ട് അങ്ങനെ ഒരു മെഡിസിൻ ഇല്ല. മെയിൻലി ഇൻക്ലൂഡ്സ് ഡ്രിങ്കിങ് പ്ലെന്റി ഓഫ് വാട്ടർ, ധാരാളം വെള്ളം കുടിക്കുക, ടേക്കിംഗ് റെസ്റ്റ് എടുക്കുക, പാരസിറ്റാമോൾ ഫോർ ഫീവർ പനി വരുമ്പോൾ പനിക്കായിട്ട് പാരസിറ്റാമോൾ കഴിക്കുക. അതാണ് മെയിൻലായിട്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രിവെൻഷൻ ഓഫ് ഡെങ്കി ഫീവർ ഈസ് ഡു നോട്ട് അലോ വാട്ടർ ടു സ്റ്റാഗ്നന്റ്. നമുക്ക് ഡെങ്കി വരാതിരിക്കാൻ നമ്മൾ നോക്കേണ്ടത് വെള്ളം ഒരിക്കലും കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക.
കവർ വാട്ടർ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്. ഇപ്പം നമ്മൾ വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് കവർ ചെയ്യുക. യൂസ് മോസ്കിറ്റോ നെറ്റ്സ് ആൻഡ് റിപ്പലൻസ്. മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് പോലുള്ള മോസ്കിറ്റോ തുരത്താൻ വേണ്ടിയിട്ട് ഗുഡ് നൈറ്റ് പോലുള്ളതൊക്കെ ഉപയോഗിക്കുക. വിയർ ഫുൾ സ്ലീവ് ക്ലോത്ത്സ്. കൈ ഫുൾ സ്ലീവ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. കീപ് സറൗണ്ടിങ് ക്ലീൻ. നമ്മുടെ ചുറ്റുപാടും ഒക്കെ ക്ലീൻ ആക്കുക. ആൻഡ് ദ കൺക്ലൂഷൻ, ഡെങ്കി ഫീവർ ഈസ് എ സീരിയസ് ബട്ട് പ്രിവെന്റബിൾ ഡിസീസസ്. ഡെങ്കി ഫീവർ ഒരു അപകടം പിടിച്ചൊരു അസുഖമാണ്, പക്ഷെ നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും ബൈ മെയിൻറ്റെയിനിങ് ക്ലീൻലിനെസ്, പ്രിവെന്റിങ് മോസ്കിറ്റോ ബ്രീഡിംഗ് ആൻഡ് സീക്കിംഗ് ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ്. വി ക്യാൻ റെഡ്യൂസ് ദ സ്പ്രെഡ് ഓഫ് ഡെങ്കി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലീൻനെസ്, നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പ്രിവെന്റിങ് മോസ്കിറ്റോ ബ്രീഡിംഗ്, മോസ്കിറ്റോ വളരാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക. ഒരു പനി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക. അല്ലാതെ വെച്ചുകൊണ്ടിരുന്ന് മാറും എന്ന് വിചാരിച്ചിട്ട് സ്വന്തമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കുക. വി ക്യാൻ റെഡ്യൂസ് ദ സ്പ്രെഡ് ഓഫ്. ഇതൊക്കെ മൂലം നമുക്ക് ഡെങ്കി ഫീവർ വരാതെ നമുക്ക് നോക്കാൻ പറ്റും. ദാറ്റ്സ് ഓൾ അബൌട്ട് ഡെങ്കി ഫീവർ. ഓക്കേടാ, നന്നായിരുന്നു കേട്ടോ. ടീച്ചർ, ഞാൻ യാത്രയിലായിരുന്നു, ഞാൻ ആണോ? ഓക്കെ, നന്നായിരുന്നു കേട്ടാ. എപ്പിലെപ്സി. Yes, ma'am. Good afternoon, miss. And good afternoon all. എൻ്റെ സെമിനാർ വിഷയം കുട്ടികളിലെ അപസ്മാരം അഥവാ എപ്പിലെപ്സി. തലച്ചോറിലെ കോശങ്ങളിൽ ഉണ്ടാകുന്ന അസാധാരണമായ വൈദ്യുത പ്രവർത്തനങ്ങൾ മൂലം ആവർത്തിച്ചുണ്ടാകുന്ന വിറയലോ ബോധക്ഷയമോ ആണ് അപസ്മാരം. തലച്ചോറിലെ ന്യൂറോണുകളുടെ പ്രവർത്തന തകരാർ കാരണം 15% കേസുകളിലും വിറയൽ, ബോധക്ഷയം, തുറിച്ചുനോട്ടം, മരവിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളോടെ പ്രകടമാകുന്നു. കൃത്യമായ മരുന്നുകളും പരിചരണവും വഴി മിക്ക കുട്ടികളിലും ഇത് നിയന്ത്രിക്കാനാകും. കുട്ടികളിലെ അപസ്മാര ലക്ഷണങ്ങൾ: ശരീരത്തിലെ വിറയൽ, മുഖത്തോ നാവിലോ ഉള്ള മരവിപ്പ്, ബോധം നഷ്ടപ്പെടുക, തുറിച്ചുനോട്ടം, പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക, തുടർച്ചയായി കണ്ണ് ചിമ്മുക, വായിൽ നിന്ന് ഉമിനീർ ഒലിപ്പിക്കുക. ഇതൊക്കെയാണ് കുട്ടികളിൽ സാധാരണയായി കണ്ടുവരാറുള്ള അപസ്മാര ലക്ഷണങ്ങൾ. പ്രധാനപ്പെട്ട അപസ്മാര തരങ്ങൾ: ബെനിൻ റൊലാൻഡിക് അപസ്മാരം 6-8 വയസ്സുള്ള കുട്ടികളിൽ കാണുന്നതും കൗമാരപ്രായത്തിൽ സാധാരണയായി മാറുന്നതുമായ ഒരു തരം അപസ്മാരമാണിത്. തുറിച്ചുനോട്ടം അഥവാ ആബ്സെന്റ് സീഷർ 4-12 വയസ്സിനിടയിൽ കണ്ടുവരുന്നതും കുറച്ച് സെക്കൻഡുകൾ തുറിച്ചു നോക്കി നിൽക്കുന്നതുമായ ഒരവസ്ഥയാണിത്. ഫെബ്രൈൽ സീഷർ 6 മാസം മുതൽ 5 വയസ്സ് വരെ പനി മൂലം ഉണ്ടാകുന്ന വിറയലാണ് ഈ തരം അപസ്മാരം. പനി വരുന്ന സമയത്ത് മാത്രമാണ് അപസ്മാരം ഉണ്ടാകുന്നതെങ്കിൽ പനിയുടെ മരുന്നിനൊപ്പം അപസ്മാരത്തിനുള്ള ഫ്രിസിയം എന്ന മരുന്ന് കൂടെ നൽകണം. ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവ് വരെ ഈ മരുന്ന് പനി വരുമ്പോഴൊക്കെ നൽകണം. പനിയോടൊപ്പം അല്ലാതെ വരുന്ന അപസ്മാരത്തിന് നൽകുന്ന മരുന്നുകളാണ് വാൽപാരിൻ, ലെവിപ്പിൽ, ക്ലോബ, ഫൈക്കോംബ എക്സെട്ര. ഈ മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവിലും നിർദ്ദേശിക്കുന്ന ഡോസ് കൃത്യമായും നൽകുക. അതുമൂലം അപസ്മാരം കൺട്രോൾ ആകുന്നു. ചിലപ്പോൾ ഈ മരുന്നുകൾ ജീവിതകാലം മുഴുവനും കഴിക്കേണ്ടതായും വരുന്നു. EEG, MRI തുടങ്ങിയ പരിശോധനകളിലൂടെ കൃത്യമായ കാരണം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാം. അപസ്മാര ചികിത്സയുടെ പാർശ്വഫലങ്ങൾ: അപസ്മാരം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ചിലരിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം. ഛർദി, വയറുവേദന, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, തലകറക്കം, മയക്കം, ഉറക്കക്കുറവ്, മാനസിക മാറ്റങ്ങൾ, പെട്ടെന്നുള്ള ദേഷ്യം, ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, ചൊറിച്ചിൽ മുതലായവ. അപസ്മാരം വരുമ്പോൾ ചെയ്യേണ്ട മുൻകരുതലുകൾ: കുട്ടിയെ നിലത്തോ ബെഞ്ചിലോ സുരക്ഷിതമായ സ്ഥലത്തോ കിടത്തുക. ശരീരചലനങ്ങൾ ബലപ്രയോഗത്തിലൂടെ തടയാതിരിക്കുക. വായിലേക്ക് വെള്ളമോ മരുന്നോ ഭക്ഷണങ്ങളോ ബലമായി നൽകരുത്. വിറയൽ അവസാനിക്കുന്നത് വരെ കൂടെ നിൽക്കുക. അപസ്മാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കൈകാലുകൾ, കണ്ണുകൾ, തല എന്നീ ശരീരഭാഗങ്ങളുടെ ചലനങ്ങൾ വീഡിയോയിൽ പകർത്തുന്നത് രോഗനിർണയത്തിന് ഡോക്ടർമാർക്ക് ഏറെ സഹായകരമാകും. ഉടൻ തന്നെ ശിശുരോഗ വിദഗ്ധനെയോ ന്യൂറോളജിസ്റ്റിനെയോ കാണിക്കുക. ചികിത്സ: അപസ്മാരത്തിന് വാക്സിൻ ഇല്ല, മറിച്ച് മരുന്നുകളും ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരമുള്ള ഡയറ്റുകളും ആവശ്യമെങ്കിൽ ശസ്ത്രക്രിയയുമാണ് ചികിത്സ. കൃത്യസമയത്ത് മരുന്ന് കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, സമ്മർദ്ദം കുറയ്ക്കുക എന്നിവയാണ് അപസ്മാരം നിയന്ത്രിക്കാൻ ചെയ്യേണ്ടത്. സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ തീർച്ചയായും ടീച്ചേഴ്സിനെ കുട്ടിയുടെ രോഗവിവരം അറിയിക്കേണ്ടതാണ്. താങ്ക് യു മാം.
ഓക്കേടാ, നന്നായിരുന്നു കേട്ടോ. തസ്നിയ. തസ്നിയ. ഓക്കേടാ. ഏത് ടോപ്പിക് മോന്റെ? ദശ. ദശ. പ്രസന്റ് ചെയ്തോടാ. ഹലോ എവറിബഡി, ഞാൻ എടുത്ത ടോപ്പിക്കാണ് ദശ. ഇംഗ്ലീഷിൽ അതിനെ അഡിനോയിഡ് എന്നാണ് പറയുന്നത്. അതത്ര സീരിയസ് ആയിട്ടുള്ള അസുഖമൊന്നും അല്ല. അതൊരു നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്ന ഒരു സംഭവമാണ്. കുട്ടികളിലാണ് അത് കൂടുതലും കാണപ്പെടുന്നത്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് അറിയാം. അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ വരുന്നത്, പിന്നെ അത് നമുക്ക് എങ്ങനെ നിർത്താം, അതിന്റെ സർജറി എങ്ങനെയാണ്, അതൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. മൂക്കിന്റെ പിൻഭാഗവും തൊണ്ടയുടെ മുകളിലാണ് ഇരിംറ്റോയിഡ് ടിഷ്യൂസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോറി, എൻ്റെ ഫോൺ ടച്ച് ആണില്ല. കാണും, ഇതാണ് സംഭവം. ഇവിടെയാണ് ഈ മൂക്കിന്റെ ബാക്കിലും തൊണ്ടയുടെ ഇടയിലും ഇതിന്റെ നടുക്കാണ് വരുന്നത്. അതിനാണ് അഡിനോയിഡ് എന്നും പറയുന്നത്. അതിന്റെ തന്നെയാണ് ഇത്. ചെറിയ കുട്ടികൾ 2 വയസ്സിൽ നിന്ന് 12 വയസ്സുള്ള കുട്ടികൾക്കാണ് സാധാരണയായിട്ട് അത് കാണപ്പെടുന്നത്. വലിയ സീരിയസ് ആയിട്ട് സംഭവമല്ല, ചെറിയതൊരു അതൊക്കെ ചെറിയ ചെറിയ ലക്ഷണങ്ങളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് 2 വിധത്തിലുണ്ട്. മൂക്കിലും ഉണ്ടാവാറുണ്ട്, തൊണ്ടയിലും ഉണ്ടാവലുണ്ട്. ഒരു മുന്തിരി പോലെയാണ് അത് ഉണ്ടാവുക. ഇതുപോലെ കാണാൻ പറ്റണില്ല എല്ലാവർക്കും? ഇതുപോലെ ആയിരിക്കാം അത് ഉണ്ടാവുക. ഇത് മൂക്കും തൊണ്ടയിലും ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഉണ്ടാവുക. അതിനാണ് നമ്മൾ നാസോഫാർനസ് എന്ന് പറയും. നാസോഫാർനസ് എന്നാണ് അതിനെ പറയുക. ആ ഒരു സ്ഥലത്തേക്ക്, ഈ തൊണ്ടയും മൂക്കും ചേർന്ന് വരുന്ന സ്ഥലത്തേക്ക് അങ്ങനെയും പറയും. അതിന്റെ പ്രവർത്തികൾ എന്താന്ന് വെച്ചാൽ, ശ്വാസം വലിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരിക, വായു തുറന്ന് കിടന്നുറങ്ങുക, കുട്ടി കൂർക്കം വലിക്കുക, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ വരിക. അത് പ്രധാനമായിട്ടുള്ള സംഭവം എന്താ വെച്ചാല്, കുട്ടിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്, നെറ്റി ഉണരുക, ഭയങ്കര അസ്വസ്ഥത, പിന്നെ കുട്ടീന്റെ വെയിറ്റ് കുറഞ്ഞു പോവുക, പിന്നെ കുട്ടിയുടെ മുകളത്തെ ചുണ്ട് പുറത്തോട്ട് വരിക, താടിഭാഗം അകത്തോട്ട് പോവുക, ഇതുപോലെ ആകും കുട്ടിക്ക് അങ്ങനത്തെ ഒരു അസുഖം വന്നാൽ ഉണ്ടാവുക. മോൾ ഭാഗം ഉള്ളിലോട്ട് പോകും, താടിഭാഗം ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വന്നു നിൽക്കും. പിന്നെ ഇത് നമ്മൾക്ക് ഇത് എല്ലാ അസുഖം ഇതുപോലെ ആണെന്നില്ല. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ ENT ഡോക്ടറിനെ കാണിക്കാം. നല്ലൊരു ഡോക്ടറിനെ എക്സ്റേ വൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കത് ടെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ചെറിയ ട്യൂബ് വെച്ചിട്ടാണത്, മൂക്കിലൂടെയാണത് ടെസ്റ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ അത് സർജറി, അതൊക്കെ 3-6 മാസം ഒരു മരുന്ന് കൊടുക്കും. സ്പ്രേ ആണ് അത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. വലിയവർക്കും കൊടുക്കും, ചെറിയ കുട്ടികൾക്കും സ്പ്രേ തന്നെയാണ് കൊടുക്കുക. അത് ഓരോ പഫ് ഇതാണ് വെക്കേണ്ടത്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നൈറ്റോ രാത്രി അങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിച്ച് ഇതാക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടും കുറവില്ല, അത് വളരുകയാണ്, അതിന് മാറ്റങ്ങളൊന്നും കാണുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിനെ സർജറി ചെയ്യുക. സർജറി ചെയ്തിട്ടത് അത് മാറ്റപ്പെടും. ആ സർജറി ചെയ്യുമ്പോൾ കുറെ ബ്ലഡ് ടെസ്റ്റ്, കുട്ടിക്ക് ഇത്ര വെയിറ്റ് വേണം, കുട്ടിക്ക് ഇന്ന അസുഖങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയെന്ന് പറഞ്ഞ് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്യും. ഞാനൊരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
ജസ്റ്റ് ഇതുപോലെയാണ് ആ സർജറി ചെയ്യുന്നത്. മൂക്കിലാണെങ്കിൽ ഇത് മൂക്കിൽ ചെയ്യുമ്പോൾ മൂക്കിൽ കൂടെ ചെയ്യും, മൂക്കിൻ്റെത്. തൊണ്ടയിലാണെങ്കിൽ വായിൽ കൂടെയാണ് ഈ സർജറി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതുപോലെയാണ് ഈ സർജറി ചെയ്യാം. ഈ സർജറി ചെയ്തതിന് ശേഷം ഈ സർജറി ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സർജറിയാണ് ഇത്. ഇതിപ്പോ പുതിയതായിട്ട് വന്നതാണ്, ലേസർ ലൈറ്റ് കൊണ്ട് കരിയിച്ച് കളയുന്നത്. ആദ്യം ഇങ്ങനല്ല, അത് അവിടെ നിന്ന് ഇങ്ങനെ ചെത്തി ഇങ്ങനെ എടുക്കണ. ഇപ്പൊ പുതിയതായിട്ട് വന്നതാണ് ലേസർ കൊണ്ട് സർജറി ചെയ്തെടുക്കുന്നത്. ഉണ്ടാവില്ല. കുട്ടിയുടെ മറ്റിലാണ് ആ സർജറി ചെയ്യുന്നത്, മൂക്കിലൂടെയാണ് ആ സർജറി ചെയ്യുക. കുട്ടിക്ക് സർജറി മുമ്പ് ഭക്ഷണം കൊടുക്കാതിരിക്കണം. പിന്നെ സർജറി ചെയ്തതിന് ശേഷമാണെങ്കിലും 3-4 മണിക്കൂർ ഭക്ഷണം കൊടുക്കാതിരിക്കുക. വോമിറ്റിംഗ് വരും, അപ്പൊ ബ്ലീഡിങ് ഉണ്ടാവും, അതും കൂടി നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടി വരും. ഇനി ഈ കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് ഈ എല്ലാ ഇതും ഉണ്ടാവണമെന്നില്ല. ചില കുട്ടികൾക്ക് രാത്രി ഭയങ്കര ശ്വാസം മുട്ടൽ മാത്രം ഉണ്ടാവും. ചില കുട്ടികൾക്ക് ഈ ഞാൻ പറഞ്ഞ മാതിരി മുകളത്തെ ചുണ്ട് മുന്നിലോട്ട് വന്ന് താഴെ ചുണ്ട് ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് പോയി അങ്ങനെ ഉണ്ടാവും. അങ്ങനെ പല സിംറ്റംസുകളാണ് അതിൽ കാണപ്പെടുന്നത്. നമുക്ക് ഇത്ര തന്നെ ഉള്ളൂ. ഇത് ഭയങ്കര ചെറിയൊരു ടോപ്പിക്കാണ്. ഇതിൽ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവമല്ല. പെട്ടെന്ന് നമുക്കിത് കണ്ടുപിടിച്ച് സർജറി ചെയ്ത് മാറ്റാവുന്ന ഒരു സംഭവമാണ് ഇത്. താങ്ക് യു. ചെറിയ ടോപ്പിക് ആണെങ്കിൽ നല്ല രീതിയിൽ മോനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് എടുത്തോട്ടെടാ. താങ്ക് യു മിസ്. മേരി എന്നെയാണോ? പ്രസന്റ് ചെയ്തോടാ. ചിക്കൻ ഗുനിയ ഓക്കെ. ചിക്കൻ ഗുനിയ ADHD ആയിരുന്നു. ADHD പ്രസന്റ് ചെയ്യട്ടെ. ADHD ചിക്കൻ ഗുനിയ ആയിരുന്നു. ADHD പറഞ്ഞിട്ട് ചിക്കൻ ഗുനിയ പറയാം. ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. ഇന്ന് എനിക്ക് സെമിനാറിന് എടുത്തിരിക്കുന്നത് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നൊരു ന്യൂറോ ഡെവലപ്മെൻറ്റ് കണ്ടീഷനാണത്. അതൊരു ക്രോണിക് ന്യൂറോ ഡെവലപ്മെൻറ്റ് കണ്ടീഷനാണ്. കുട്ടികൾക്ക് ഉണ്ടാവുന്ന ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു അസുഖമാണത്. ഒരു 3 വയസ്സാകുമ്പോഴാണ് അതിൻ്റെ സിംറ്റംസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. It is ADHD, attention deficit hyperactive disorder, chronic neurodevelopment condition typically diagnosed in childhood, characterized by persistent pattern of inattention, hyperactivity and impulsivity that interfere with the daily functioning. സിംറ്റംസ് ആണ് ഇൻഅറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽറ്റി ഇൻ സ്റ്റേയിങ് ഫോക്കസ്ഡ്, ഡിസോർഗനൈസേഷൻ. അത് ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. കുറച്ച് സമയം മാത്രമേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അറ്റൻഷൻ കിട്ടുകയുള്ളൂ. പുവർ ടൈം മാനേജ്മെൻറ്റ്, ഫോർഗെറ്റിംഗ് ടാസ്ക് ആൻഡ് ലോസിങ് ഐറ്റംസ്. കുറച്ച് സമയം മാത്രം ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈപ്പർ ആക്ടിവിറ്റി സിംറ്റംസ് ആണ്. എക്സസീവ് മൂവ്മെൻറ്റ്, ഇനബിലിറ്റി ടു സിറ്റ് സ്റ്റിൽ, ഫിഡ്ജറ്റിംഗ് ആൻഡ് റെസ്റ്റ്ലെസ്നെസ് ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു. സാധാരണ കുട്ടികളെക്കാളും കൂടുതലായിട്ട് മൂവ്മെൻറ്റ്സിന്, ഓടുന്നതും ചാടുന്നതും എല്ലാം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തികളാണ് അവരുടേത്. സാധാരണ കുട്ടികളെ പോലെ ക്ലാസ്സിലിരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, എവിടെയെങ്കിലും ഇരിക്കാൻ അങ്ങനെയുള്ളത്. ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ ആക്ടിങ് വിത്തൗട്ട് തിങ്കിങ്, ഇൻറ്ററപ്റ്റിംഗ് അതേഴ്സ് ആൻഡ് പുവർ ഇമോഷണൽ കൺട്രോൾ. അവർക്ക് കാര്യങ്ങൾ ആലോചിക്കാനുള്ള ഒരു സമയം കിട്ടില്ല. പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ADHD മൈൽഡ് ഉണ്ട്. 3 types are there. ADHD can be mild, moderate or severe. മൈൽഡ് ആണെങ്കിൽ ഇതിൻ്റെ ഡെപ്ത് കുറയും. അതേസമയം മോഡറേറ്റ്, സിവിയർ ആണെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന പാരൻസിന് എല്ലാവർക്കും തന്നെ നല്ലൊരു ബുദ്ധിമുട്ടുള്ളൊരു അസുഖം തന്നെയാണ് ADHD എന്നുള്ളത്.
ADHD സിംറ്റംസ് അഡൽട്ട്ഹുഡ് വരെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ADHD 3 ടൈപ്സ് ഉണ്ട്. പ്രീഡോമിനേറ്റ്ലി ഇൻഅറ്റൻറ്റീവ്, അത് ഇൻഅറ്റൻഷൻ ആണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്, ഫോക്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വൺ പ്രീഡോമിനേറ്റ്ലി ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസീവ്, കൂടുതൽ ആക്റ്റീവായിരിക്കും, കൂടുതൽ എനർജറ്റിക് ആയിരിക്കും, ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ആയിരിക്കും അവർക്ക്. ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനും സ്വയം തന്നെ ഉപദ്രവം വരുത്താനും ഉള്ള ഒരു പ്രശ്നങ്ങളാണ് പ്രീഡോമിനേറ്റ്ലി ഹൈപ്പർ ആക്റ്റീവ് വരുന്നത്. ഇത് കമ്പൈൻഡ് ആയിട്ടും വരും, ബോത്ത് പ്രീഡോമിനേറ്റ്ലിയും വരും, പ്രീഡോമിനേറ്റ്ലി ഹൈപ്പർ ആക്റ്റീവും ഇമ്പൾസും കമ്പൈൻഡ് ആയിട്ട് വരും, കൊമോർബിഡായിട്ട് വരാറുണ്ട്. അത് എല്ലാ സിംറ്റംസും കൂടി ഒരുമിച്ചുണ്ടാവും അവർക്ക്. ADHD ഉള്ള കുട്ടികൾക്ക് ഓപ്പോസിഷൻ ബിഹേവിയർ അങ്ങനെയുള്ള ഒരു അസുഖങ്ങളും, കണ്ടക്ട് ഡിസോർഡറും, ഡിസ്ട്രക്റ്റീവ് മൂഡ് അങ്ങനെയുള്ള സിംറ്റംസിലേക്കും അങ്ങനെയുള്ള അസുഖങ്ങളിലേക്കും ഡിസോർഡറിലേക്കും ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. ലേണിംഗ് ഡിസേബിലിറ്റി, സാധാരണ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ലേണിംഗ് ഡിസേബിലിറ്റി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. ഇവർക്ക് ADHD ഉള്ള കുട്ടികൾക്ക് അത് ഫൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ആൻസൈറ്റി, മൂഡ് ഡിസോർഡർ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ, ടിക് ഡിസോർഡറിൻ്റെ എല്ലാം കൂടി ഒരുമിച്ച് കുട്ടികൾക്ക് വരാറുണ്ട്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആകുമ്പോഴേക്കും കൈകൾക്ക് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ അവർ ചില കളറിനോട് പ്രത്യേകത അതിൻ്റെ ആയിട്ട് റിയാക്ട് ചെയ്യുക, പിന്നെ ടിക് ഡിസോർഡർ സൗണ്ട് ഉണ്ടാക്കുക, ഒരാവശ്യമില്ലാതെ സൗണ്ട് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ADHDയുടെ അത്. ADHDക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയാനായിട്ടുള്ളത് DSM-5 അനുസരിച്ചിട്ട് ഉള്ള ടെസ്റ്റിങ് മാത്രമേ ഉള്ളൂ, ബിഹേവിയർ ടെസ്റ്റ് നടത്തുക. അല്ലാതെ ഇതിനൊരു ബ്ലഡ് ടെസ്റ്റോ ബ്രെയിൻ സ്കാനോ അങ്ങനെയൊന്നും ഇല്ല. സിംറ്റംസ് വെച്ചിട്ടാണ് ADHD ഫൈൻഡ് ചെയ്യുക. ഇത് കൺട്രോൾ ചെയ്ത് പോവുക എന്നല്ലാതെ ADHDക്ക് ഒരു കൺട്രോൾ ചെയ്ത് പഠിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നോക്കുക എന്നല്ലാതെ അതിന് വേറെ പ്രോപ്പറായിട്ടുള്ളൊരു മെഡിസിൻ കൊണ്ടിട്ട് മെഡിസിൻ കൊടുത്ത് ആ കൺട്രോൾ ചെയ്യാം, എക്സസീവ് എനർജി കുറക്കാം, അല്ലാതെ ഒരു പ്രോപ്പർ മെഡിസിൻ ഇതിനില്ല. ചിക്കൻ ഗുനിയ, എക്സ്ക്യൂസ് മീ എന്ന് പറയാട്ടോ. ഓക്കെ, നമുക്ക് ADHD വെച്ചിട്ട് നമുക്ക് ടോപ്പിക്ക് സ്റ്റോപ്പ് ചെയ്യാം. ചിക്കൻ ഗുനിയ മുതൽ നമുക്ക് ബാക്കിയുള്ളവർക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ പോലെ. നമ്മുടെ ടൈം അപ്പോ ഇന്ന് ഹലോ മിസ്റ്റർ, സോറി ഡിസ്റ്റർബ് ചെയ്തത്. ഞാൻ നേരത്തെ ഒരു ഇമേജ് ഞാൻ ഒന്ന് കാണിക്കാൻ വിട്ടുപോയി. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാൻ വിചാരിക്കുന്നുണ്ട്. ഇതാ ഇത് തൊണ്ടയിൽ വരുന്ന ദശാണ് കേട്ടോ. മൂക്കിലുള്ളതാണ് നേരത്തെ ഞാൻ കാണിച്ചു തന്നത്. ഇതാണ് തൊണ്ടയിൽ വരുന്നത്. ഈ മൂക്കിലെ ദശയെന്ന് പറയുന്നത് അത് മാറുമോ സർജറി ഇല്ലാതെ? സർജറി ഇല്ലാതെ മാറുമോ അത് ഒരു ഏജ് ആവുമ്പോഴേക്കും? സർജറി ഇല്ലാതെ മാറും, പക്ഷെ അത് അത്രയും കുറവ് വേണം. ഫസ്റ്റ് കഴിഞ്ഞ് കുറച്ചായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറും. സെക്കൻഡ് സ്റ്റേജ് അതിന് മുകൾക്കായി കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു വെയിറ്റ് ഫുള്ള് ലോസ് ആകും. 7 കിലോ ഒക്കെ ആയി മാറും. പിന്നെ ഭക്ഷണം കഴിക്കില്ല, ഉറക്കമുണ്ടാവില്ല, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും അതിൽ വരും. പിന്നെ ശ്വാസം ചെറിയൊരു നമ്മൾ വീട്ടിൽ വേറെ ആർക്കെങ്കിലും പനിയോ ജലദോഷമോ ഉണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് ബാധിക്കും. അത് പിന്നെ ന്യൂമോണിയ ആയി മാറി ഭയങ്കര സീരിയസ് ആയി മാറും. ഓക്സിജന്റെ അളവൊക്കെ പെട്ടെന്ന് കുറഞ്ഞു വരും. അപ്പൊ ചെറിയ കുട്ടികൾക്ക് മിനിമം അത് സർജറി ചെയ്തെടുക്കുക നല്ലത്. നല്ലോണം ഉണ്ടെങ്കിൽ സർജറി ചെയ്തെടുക്കുകയാണ് നല്ലത്.
പിന്നെ വലിയ വലിയ സീരിയസ് ആയിട്ടുള്ള കുട്ടികളായാലും സംഭവം അല്ല അത്. വലിയ കുട്ടികളായാലും അത് സർജറി ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. വലിയ കുട്ടികളതാണെങ്കിലും സർജറി ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഒരു 1 അവറിന്റെ ഇതേ ഉള്ളൂ. ഒരു ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ. അത് ഫുള്ള് ക്ലിയർ ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് വരാൻ പറ്റും. അപ്പൊ അതത്ര വലിയ സീരിയസ് ആയിട്ടുള്ള സംഭവമല്ല. പിന്നെ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ പ്രശ്നം വരിക, അല്ലാതെ ഒരു പ്രശ്നമല്ല. ഓക്കെ, താങ്ക് യു. Okay. Thank you all.